ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൊമേഴ്സ് അക്കാഡമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ കോസ്റ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ ബേസിക് തിയറീസ് ആണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി കോസ്റ്റ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നുള്ള ബേസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. സോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ക്യാഷ് ചിലവാകുന്നു, എത്ര എക്സ്പെൻസ് വരുന്നു, അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഫ്യൂച്ചറിലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണമെങ്കിലും അതേപോലെ തന്നെ എക്സാമിനേഷൻ ഓഫ് പോയിന്റ് ഓഫ് വ്യൂ. ഫ്യൂച്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ പല ചാപ്റ്ററുകളിലായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും വരും. അതിൻ്റെ പ്രോബ്ലം ഏരിയ ആണ്, പ്രാക്ടിക്കൽ ഏരിയ ആണ് ഫ്യൂച്ചറിൽ അടുത്ത മൊഡ്യൂൾസിൽ വരിക. ഇവിടെ നമ്മൾ അതിൻ്റെ തിയറിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞ് അടുത്തൊരു ഒരു 10-20 അല്ലെങ്കിൽ 30 മിനിറ്റ്സിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ഒരു പ്രസൻറ്റേഷൻ്റെ അകത്തുനിന്ന് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എക്സാമിന് അറ്റ്ലീസ്റ്റ് 2 മാർക്കും ഇനി കൂടിയാൽ ഏറ്റവും ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരെ ഈ ടോപ്പിക്കിന് വന്ന ഇയേഴ്സ് ഉണ്ട്. എന്തായാലും ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എങ്കിലും ഷുവർ ആയിട്ട് ഈ ടോപ്പിക്സിന് വരും. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം രീതിയിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം രീതിയിൽ കോസ്റ്റ്. ഇപ്പോൾ കോസ്റ്റിന് പല രീതികളുണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലായി പറഞ്ഞാൽ നമുക്ക് വരുന്ന ചെലവുകൾ, ബിസിനസ്സിന് വരുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകൾ. പക്ഷെ ഈ ചെലവിനെ തന്നെ, ഈ കോസ്റ്റിനെ തന്നെ നമ്മൾ പല പേരിലാണ് നമ്മൾ അതിനെ നെയിം ചെയ്യുക, പല പേര് കൊടുക്കും നമ്മളത്. ആ പേരുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് കോസ്റ്റിന് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ അക്കൗണ്ട്സിലും ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഓർഗനൈസേഷൻ പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽ വാങ്ങുന്നു, അതൊരു ചെലവാണ്. ഫൈനലായിട്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നു, അതും കോസ്റ്റ് ആണ്. രണ്ടും ചെലവ് തന്നെയാണ്. പക്ഷെ ഈ 2 ചെലവിനും 2 വ്യത്യസ്തമായ പേരുകൾ. ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നതിന് ഒരു പേര്, ഇനി ഫിക്സ്ഡ് അസറ്റ് അല്ല കറണ്ട് അസറ്റ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് വാങ്ങുന്ന കോസ്റ്റിന് മറ്റൊരു പേര്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് നെയിമുകൾ ഉണ്ട് കോസ്റ്റിന്. ആ നെയിമുകൾ എങ്ങനെ വരുന്നു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇനി ഫർദർ ഡിലേ ആവാണ്ട് ഗോയിങ് ടു ദ ടോപ്പിക്. സോ പല രീതിയിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 വേസ് ഓഫ് ക്ലാസിഫൈയിങ് കോസ്റ്റ് അല്ലെങ്കിൽ 6 ബേസിസിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതികളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതലുണ്ട്, നിങ്ങൾക്ക് ചില ടെക്സ്റ്റിൽ ഇതിൽ 6 കൂടുതലായിട്ട് കിട്ടാം, ചില ടെക്സ്റ്റിൽ 5 കിട്ടുള്ളൂ. പക്ഷെ ഞാനിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു 6 പോയിന്റ് ബേസിസിൽ ഹൗ ടു ക്ലാസിഫൈ കോസ്റ്റ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് ബേസിസ് ഈസ് behavior. On the basis of behavior, how to classify cost, then function, then element, then time period, then identifiability, and then managerial decision. ഓക്കെ, ഇത്രയും ബേസിസിൽ നമുക്ക് എങ്ങനെയെല്ലാം ഏതൊക്കെ ടൈപ്പിൽ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബിഹേവിയർ, ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ നെയിം ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് 1 by 1 അതിൻ്റെ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി എന്ന് പറയും. വേരിയബിലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടിനെ വെച്ചുകൊണ്ട്, ഔട്ട്പുട്ട് കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ കോസ്റ്റിന് ഉണ്ടാവുന്ന എഫക്റ്റ് എന്താണ്, ഔട്ട്പുട്ട് വേരിയബിൾ ആകുമ്പോൾ, ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രൊഡക്ഷൻ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റിന് വരുന്ന ചേഞ്ചസിന്റെ ബേസിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, സ്റ്റെപ്പ് കോസ്റ്റ്. ഈ 4 രീതിയിലാണ് ബിഹേവിയറിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്, എന്ത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ആ പർട്ടിക്കുലർ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, അതിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷനിലുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, then is administrative cost,
സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിങ് കോസ്റ്റ്. ഇത്രയും രീതിയിൽ പ്രൊഡക്ഷൻ്റെ ഫംഗ്ഷൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വരും. അടുത്താണ് ഓൺ ദ ബേസിസ് ഓഫ് എലമെന്റ്. ഏത് തരത്തിലുള്ള ഏത് എലമെന്റിന് വേണ്ടി, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, മെറ്റീരിയലിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സാലറി കൊടുക്കാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻസിനാണോ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, ഇതിന്റെ ബേസിലും നമ്മൾ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസസ്. ഓക്കെ, ഇതാണ് എലമെന്റിന്റെ ബേസിൽ. ഇത് ടൈം പീരീഡിന്റെ ബേസിലാണ്. ടൈം പീരീഡിന്റെ ബേസിൽ എന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മൾ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്, എപ്പോഴാണ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുന്നത്, ഏത് ടൈം പീരീഡിലാണ്. അപ്പോൾ എപ്പോഴാണ് എന്നതിന്റെ ബേസിൽ നമ്മൾ കോസ്റ്റിനെ ഹിസ്റ്റോറിക് കോസ്റ്റ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്, ഇത്രയും ബേസിസിൽ നമുക്ക് ടൈം പീരീഡിൽ കോസ്റ്റ് ചെയ്യാം. പിന്നെ ഐഡന്റിഫയബിലിറ്റീൻ്റെ ബേസിസിൽ വന്നാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷന് വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷന് വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണോ എന്നതിന്റെ ബേസിൽ. ചില കോസ്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻകർ ചെയ്യും, ചില കോസ്റ്റുകൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇൻകർ ചെയ്യുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞുതരാം. ഐഡന്റിഫയബിലിറ്റീൻ്റെ ബേസിസിൽ രണ്ട് രീതിയിൽ, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഇനി മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻസിന് വേണ്ട ബേസിസിൽ കോസ്റ്റിനെ നമ്മൾ ഒരുപാട് തരത്തിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈഫർക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിസിഷൻസിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ സങ്ക് കോസ്റ്റ്, ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഡിഫറൻഷ്യൽ കോസ്റ്റ്, ഇംപ്യൂട്ടഡ് കോസ്റ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, ഷട്ട് ഡൗൺ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് റിലവന്റ് കോസ്റ്റ്. ഇതിലും കൂടുതലുണ്ട്. പക്ഷേ ഇൻ എ ഷോർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഇത്രയും തരത്തിലുള്ള കോസ്റ്റുകളാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ ടൈപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റ്, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 to 20 ടൈപ്സ് ഓഫ് കോസ്റ്റുകളായി. ഈ ഓരോ കോസ്റ്റുകളും എന്താണ്, എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നത്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി വിൽ സ്റ്റാർട്ട് വിത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, ദ ബേസിസ് ഓഫ് ബിഹേവിയർ നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. സോ ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റും ഞാൻ പറയുന്ന എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് വേണം ഓർത്ത് വെക്കാൻ. സോ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ചില കോസ്റ്റുകൾ നമ്മുടെ ഔട്ട്പുട്ട് എത്ര കൂടിയാലും കുറഞ്ഞാലും ഈ കോസ്റ്റുകൾക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല, അപ് ടു എ റേഞ്ച്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് പ്രൊഡക്ഷൻ നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും ഈ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മളൊരു റൂം റെന്റിന് എടുത്തു. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു റൂം റെന്റിന് എടുത്തു. ആ റൂമിന്റെ മന്ത്ലി റെന്റ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. ഓക്കെ, 10,000 റുപ്പീസ് ആണ് ആ റൂമിന്റെ മന്ത്ലി റെന്റ്. അപ്പോൾ നിങ്ങൾ ആ റൂമിൽ 0 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, ഇനി ആ റൂമിന്റെ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി എത്രയാണോ, മാക്സിമം കപ്പാസിറ്റി 1000 ആണ്, 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും നിങ്ങൾ കൊടുക്കേണ്ട റെന്റ് എത്ര തന്നെയാണ്, 10,000 റുപ്പീസ് തന്നെയാണ്. അതിനൊരു വ്യത്യാസവും വരുന്നില്ല. ഇങ്ങനെ ഔട്ട്പുട്ട് കൂടിയാലും കുറഞ്ഞാലും ഒരു വ്യത്യാസവും വരാത്ത കോസ്റ്റിനെയാണ് നമ്മൾ, ഫിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ തിയറി നിങ്ങൾക്ക് നോക്കാം. എ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് does not change with increase or decrease in volume of goods or service produced. Fixed costs are expenses that have to be paid by the company independent of any specific business activity. അപ്പോൾ ഇതാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനെ എക്സാമ്പിൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ടോയ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഒരു റൂം റെന്റിന് എടുത്തു. അവിടെ ആ റൂമിന്റെ റെന്റ് 10,000 റുപ്പീസ് ആണ്. നിങ്ങൾ 10 ടോയ് മാനുഫാക്ചർ ചെയ്താലും മന്ത് എൻഡ് ആകുമ്പോൾ 10,000 റുപ്പീസ് റെന്റ് കൊടുക്കണം. ഇനി 1000 ടോയ്സ് മാനുഫാക്ചർ ചെയ്താലും മന്ത് എൻഡ് ആകുമ്പോൾ 10,000 റുപ്പീസ് റെന്റ് കൊടുക്കണം. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി എത്തുന്നവരെ ആ സെയിം റെന്റാണ്. ഇനി അതിൽ കൂടുതൽ, ആ റൂമിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ കൂടുതൽ
വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് കൂടൂ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് കുറയും. ഇത് മറ്റൊരു തിയറിയാണ്. ഇത് നമുക്ക് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇതൊരു റൂളാണ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ആലോചിക്കുക. നിങ്ങൾക്ക് റൂമിന്റെ റെന്റ് 10,000 റുപ്പീസ് ആണ്. നിങ്ങൾ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റൂമിന്റെ റെന്റ് 10,000 റുപ്പീസ് കൊടുക്കുമ്പോൾ ഒരു യൂണിറ്റിന് എത്രയായി? അതാണ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ്, അതായത് നിങ്ങൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്സ് കുറഞ്ഞു വരും. ഇതൊരു തിയറി ഏരിയ ആണ്. നമുക്ക് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആവശ്യമുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ചില കോസ്റ്റുകൾ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുകയോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് ഈ കോസ്റ്റും കൂടുകയോ കുറയോ ചെയ്യും. ഇതിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത റൂമിന്റെ റെന്റ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് എടുത്തു. അവിടെ നിങ്ങൾ ടോയ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണം? പ്ലാസ്റ്റിക് വേണം. ഓക്കെ, അപ്പോൾ ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. അപ്പോൾ 2 ടോയ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര റുപ്പീ വേണ്ടി വരും? ഓട്ടോമാറ്റിക്കലി 20 റുപ്പീസ് വേണ്ടി വരും. അപ്പോൾ വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുന്നതിനനുസരിച്ച് കൂടുകയോ കുറയോ ചെയ്യുന്ന കോസ്റ്റുകൾ ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അവിടെ നമ്മുടെ വോളിയം ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഈ കോസ്റ്റും എന്ത് ചെയ്യും? കൂടും. ഔട്ട്പുട്ട് കുറവാണെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ കോസ്റ്റും എന്താവും? വോളിയം കൂടുന്നതിനനുസരിച്ച് കോസ്റ്റും കൂടും. സോ ദിസ് ഈസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാൻ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ട്രക്ക് വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ ട്രക്ക് വാങ്ങുമ്പോൾ ഇനീഷ്യലായിട്ട് ട്രക്ക് വാങ്ങുമ്പോൾ ട്രക്കിന് നമ്മൾ ഒരു 15 ലക്ഷം രൂപ കൊടുത്തു. അത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അത് ട്രക്ക് ഓടിയാലും ഓടിയിട്ടില്ലെങ്കിലും ആ 15 ലക്ഷം രൂപ നമുക്ക് ഇൻകർ ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് എ ഫിക്സ്ഡ് കോസ്റ്റ്. ഇനി ആ ട്രക്ക് നമ്മൾ എത്ര കൂടുതൽ ഓടിക്കുന്നു, ഇപ്പൊ നമ്മൾ 10 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഡീസൽ ചാർജ് വരും. 20 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ മറ്റൊരു ഡീസൽ ചാർജ് വരും. അപ്പൊ ഈ ഡീസൽ ചാർജ് എന്താണ്? വേരിയബിൾ കോസ്റ്റ്, ഓടുന്നതിനനുസരിച്ച് വരുന്ന കോസ്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് വേരിയബിൾ കോസ്റ്റ്. ഇനി വേരിയബിൾ കോസ്റ്റിനും തിയറി ഉണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇത് വേരിയബിൾ കോസ്റ്റ് തിയറിയാണ്. ഇതും നമുക്ക് യൂണിറ്റ് കോസ്റ്റിംഗിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഇതിന്റെ തിയറി സ്ട്രക്ചറിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഔട്ട്പുട്ട് കൂടുകയോ കുറയോ ചെയ്യുന്നതിനനുസരിച്ച് കൂടുകയോ കുറയോ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് സെമി വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്നും പറയും നമ്മൾ. ഇതിന് കുറച്ച് വേരിയബിൾ കോസ്റ്റിന്റെ നേച്ചർ ഉണ്ട്, കുറച്ച് ഫിക്സ്ഡ് കോസ്റ്റിന്റെയും നേച്ചർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ടൊക്കെ നമുക്ക് ടെലിഫോൺസ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ ടെലിഫോൺസ് വീട്ടിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ടെലിഫോൺസിന്റെ റേറ്റ് എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, ഒരു റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും ടെലിഫോൺസിന്. എന്ന് വെച്ചാൽ മന്ത്ലി ഇത്ര പൈസ കൊടുക്കണം. മന്ത്ലി എന്തായാലും ഇത്ര പൈസ കൊടുക്കണം. നിങ്ങൾ കോൾ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും മന്ത്ലി സേ ഒരു 200 റുപ്പീസ് കൊടുക്കണം. അതിന്റെ കൂടെ നിങ്ങൾ ഓരോ കോൾ ചെയ്യുമ്പോഴും അഡീഷണൽ ആയിട്ടൊരു ഫണ്ട് കൊടുക്കണം. ഓരോ കോളിനും ഇത്ര പൈസ എന്ന് വെച്ച് കൂടും. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഫിക്സ്ഡ് കോസ്റ്റും വന്നു, വേരിയബിൾ കോസ്റ്റും വന്നു. അപ് ടു എ ലെവൽ ഫിക്സ്ഡ് ആണ്. അത് ഫിക്സ്ഡ് ആണ്, അത് നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കൊടുക്കണം. എബവ് ദാറ്റ് ലെവൽ പോയാൽ നിങ്ങൾ ഓരോ കോളിനും പൈസ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ വരുന്ന ചില കോസ്റ്റുകൾ ഉണ്ട്. സെമി വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഓഫ് വിച്ച് വൺ പാർട്ട് റിമെയിൻസ് ഫിക്സ്ഡ് അപ് ടു എ ഗിവൻ റേഞ്ച് ആൻഡ് ദ അതർ പാർട്ട് വേരീസ് വിത്ത് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി വേരിയബിൾ കോസ്റ്റ് എന്ന്
പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടെലിഫോൺ എക്സ്പെൻസ്, ഇപ്പോൾ ഓഫീസിലുള്ള ടെലിഫോൺ അല്ലെങ്കിൽ ഓഫീസിലുള്ള ടെലിഫോണിൻ്റെ എക്സ്പെൻസിനെക്കാട്ടി നല്ലൊരു എക്സാമ്പിൾ നമ്മൾ എംപ്ലോയീസിൻ്റെ സാലറി. ഇപ്പം നിങ്ങൾ കാർ ഷോപ്സിലൊക്കെ കണ്ടില്ലേ, കാറിൻ്റെ സെയിൽസ് നിൽക്കുന്ന ആൾക്കാരുടെ സാലറി ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ എങ്ങനെയാണ് സാലറി ഉണ്ടാവുമെന്ന് വെച്ചാൽ ഫിക്സ്ഡ് പ്ലസ് വേരിയബിൾ ആണ്. എന്ന് വെച്ചാൽ 10,000 റുപ്പീസ് ചിലപ്പോൾ മന്ത്ലി ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാർ സെല്ല് ചെയ്താലും സെല്ല് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് 10,000 റുപ്പീസ് സാലറി കിട്ടും. ആഡഡ് ടു ദാറ്റ് ഓരോ കാറ് നിങ്ങൾ സെല്ല് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും 2,000 റുപ്പീസ്. അപ്പോൾ ഒരു കാർ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2,000 റുപ്പീസ് എക്സ്ട്രാ കിട്ടും. 2 കാർ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4,000 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന രണ്ട് നേച്ചറും വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്നും വിളിക്കും. അടുത്തതാണ് സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു എ ലെവൽ, ഒരു ലെവലിലുള്ള കോസ്റ്റ് ആയിരിക്കും. ആ ലെവലിന്, ആ പ്രൊഡക്ഷൻ ആ ലെവലിൽ നിന്ന് കുറച്ച് മേലേക്ക് പോയി കഴിഞ്ഞാൽ കോസ്റ്റും മാറും. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ്. ദിസ് റിമെയിൻസ് ഫിക്സ്ഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ജംപ്സ് ടു എ ഹയർ ലെവൽ വെൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസസ് ബിയോണ്ട് എ സെർട്ടൈൻ പോയിന്റ്. ഇതിനെയാണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ് ടു എ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഒരു കോസ്റ്റ് ആയിരിക്കും, അതിൽ നിന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു കോസ്റ്റ് വരും. ഇങ്ങനെയാണ് അതിനെ നമുക്ക് ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവൽ വരെ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ വരുന്നത് 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 10 യൂണിറ്റ്സ് വരെ കോസ്റ്റ് ഇത്രയാണ്. 10 എന്ന് മാറി 11 എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റും മാറും. 11 മുതൽ 15 വരെ ഇതാവും. ഇനി 15 മാറി 16 തുടങ്ങിയാൽ വേറെ കോസ്റ്റ് ആവും. 16 മുതൽ 20 വരെ ഈ കോസ്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്പെക്ഷന്, ഒരു മാനേജർ നമുക്ക് ഇൻസ്പെക്ഷന് വരുന്നുണ്ട്. ആ ഇൻസ്പെക്ഷന് കൊടുക്കുന്ന ഇൻസ്പെക്ഷന് വരുന്ന മാനേജറിന്റെ സാലറി എങ്ങനെ, അല്ലെങ്കിൽ ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 യൂണിറ്റ്സ് ഇൻസ്പെക്ട് ചെയ്താൽ മാനേജർക്ക് നമ്മൾ 2,000 റുപ്പീസ് സാലറി കൊടുക്കണം. 1,001 മുതൽ 1,500 യൂണിറ്റ്സ് വരെ ആണ് ഇൻസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ആ മാനേജർക്ക് നമ്മൾ 3,000 റുപ്പീസ് സാലറി കൊടുക്കണം. അപ്പോൾ ഓരോ ലെവലും മാറുന്നതിനനുസരിച്ച് മാറുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യില്ല. അപ് ടു എ ലെവൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ലെവൽ കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ വേറെ കോസ്റ്റ്, ഹയർ കോസ്റ്റ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഹയർ കോസ്റ്റ്. അപ്പം ഇത്രയുമാണ് ഓൺ ദ ബിഹേവിയർ ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അടുത്ത ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ ആണ്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ് ആയിട്ട് തിരിക്കും. എന്നിട്ട് ആ ഏരിയയിൽ വരുന്ന കോസ്റ്റിനെയൊക്കെ നമ്മൾ ഒരുമിച്ചെടുക്കും. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ എന്തെല്ലാം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ സെല്ല് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യണം, അല്ലേ? പ്ലാൻ ചെയ്യണം. അപ്പോൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വേണം. അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂംസ്, ബിൽഡിങ്, അതിനാവശ്യമായിട്ടുള്ള ഫർണിച്ചർ, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, അവർക്ക് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ്, പോളിസി ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്യണം, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടറി ക്രിയേറ്റ് ചെയ്യണം, ഫാക്ടറിയിൽ മെഷീനറീസ് വാങ്ങണം, റോ മെറ്റീരിയൽസ് വാങ്ങണം, അവിടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സാലറി കൊടുക്കണം, റിപ്പയർസ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ്. അത് കഴിഞ്ഞിട്ട് ഇത് സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യണം. ഓക്കെ, അഡ്വർടൈസ്മെന്റ്സും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊഡക്ട്സിനെ നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് എവിടെ വരെ എത്തിക്കണം? മാർക്കറ്റ് വരെ, അല്ലെങ്കിൽ എൻഡ് കൺസ്യൂമർ വരെ എത്തിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫങ്ഷണൽ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഫങ്ഷനും വരുന്ന കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Okay, so first basis under functions is classification is production cost. Now what does production cost mean?
പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള മെഷീനറി പർച്ചേസ് ചെയ്ത് ആ ഗുഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര ക്യാഷ് ആവുന്നു, എത്ര കോസ്റ്റ് ആവുന്നു, അതാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൊണ്ട് എസർടൈൻ ചെയ്യുന്നത്. Production cost comprises of all the direct and indirect cost incurred in production of goods and services. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള കോസ്റ്റിന്റെ ടോട്ടലിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് മെഷീനറീസ് വാങ്ങേണ്ടി വരും, അതിന് റോ മെറ്റീരിയൽസ് വാങ്ങേണ്ടി വരും, അതിനു വേണ്ടിയുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കേണ്ടി വരും, അതിനു വേണ്ടിയുള്ള ലേബേഴ്സിന് സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന എക്സ്പെൻസസ് മാത്രമേ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഈ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ കോസ്റ്റ്, അതായത് ഒരു റോ മെറ്റീരിയൽ വാങ്ങി നമ്മുടെ ഗുഡ്സിനെ പാക്ക് ചെയ്ത് ഗുഡ്സിനെ നമ്മുടെ പാക്കറ്റിലാക്കുന്ന വരെയുള്ള കോസ്റ്റ്. റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിന് മുൻപേ ഒരുപാട് കോസ്റ്റ് ഉണ്ട്, അതൊന്നും പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ മുമ്പിൽ വരില്ല. നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ വരെയുള്ള കോസ്റ്റ്, അതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമാണോ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ അല്ല. പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാൻ ചെയ്യണമെങ്കിൽ അവിടെ എംപ്ലോയീസ് വേണം, അവിടെ മാനേജേഴ്സ് വേണം. അപ്പോൾ ആ മാനേജേഴ്സിന് നമ്മൾ സാലറി കൊടുക്കണം, ആ മാനേജേഴ്സിന് ഇരിക്കാനുള്ള ബിൽഡിംഗ് വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് വേണം, അവർക്ക് ഇലക്ട്രിസിറ്റി വേണം, ഇതൊക്കെ വേണം. അപ്പൊ ആ കോസ്റ്റ് ഒക്കെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തും? അതിന് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ എവിടെ ഉൾപ്പെടുത്തും എന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓർഗനൈസേഷന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട്, അത് പ്ലാനിങ്ങിന് വേണ്ടിയാവാം, കൺട്രോളിങ്ങിന് വേണ്ടിയാവാം, ഇങ്ങനെയുള്ള ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോസ്റ്റിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് റെപ്രസെന്റ്സ് ദ കോസ്റ്റ് ഓഫ് formulating policy, directing the organization, and controlling the operations of undertaking which is not related directly to production, selling, distribution, research and development function. അപ്പോൾ പ്രൊഡക്ഷനും സെല്ലിങ്ങിലും ഡിസ്ട്രിബ്യൂഷനിലും ഫംഗ്ഷനിലും ഒന്നും വരാത്ത ഓർഗനൈസേഷന്റെ മെയിൻ്റെനൻസിനും ഓർഗനൈസേഷന്റെ ഓവറോൾ പ്ലാനിങ് ഫോർമേഷനും ഓർഗനൈസേഷന്റെ ഡയറക്റ്റിങ്ങിനും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് സെല്ലിംഗ് കോസ്റ്റ്. സോ വാട്ട് യു മീൻ ബൈ സെല്ലിംഗ് കോസ്റ്റ്? അപ്പോൾ ഈ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ഐ പി എല്ലിൻ്റെ സീസൺ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്. അവർ പലതരത്തിലുള്ള പല ടീംസിന്റെ പല ഫ്രാഞ്ചൈസിന്റെ ജേഴ്സീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ജേഴ്സീസിന്റെ മേത്തിൽ നിങ്ങൾക്ക് ഓരോരോ കമ്പനികളുടെ പേര് കാണാം. എന്തിനാണ് കമ്പനികൾ ഇങ്ങനെ പേര് കൊടുക്കുന്നത്? അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, അല്ലേ? അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവരെന്ത് കൊടുക്കുന്നത്? നെയിം കൊടുക്കുന്നത്. അപ്പൊ ഇതിന് ഒരു കോസ്റ്റ് വരും, അല്ലേ? കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് അവരുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാക്കാൻ, ആ ഡിമാൻഡ് എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ വരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കാനും കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാം എന്ന് ഉറപ്പ് വരുത്താനും വേണ്ടി നമുക്ക് കുറച്ച് ക്യാഷ് ചെലവാകും. ആ ക്യാഷിനെ, ആ കോസ്റ്റിനെ, ആ എക്സ്പെൻസസിനെയാണ് നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ് കോസ്റ്റ് റെപ്രസെന്റ്സ് ദ കോസ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് and securing orders. This is the cost of promoting sales and retaining customers. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കുന്ന ക്യാഷ്, അല്ലെങ്കിൽ വരുന്ന അഡ്വർടൈസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷന് വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്.
ഓക്കെ. അപ്പം നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗുഡ്സ് റോ മെറ്റീരിയൽ വാങ്ങി അതിനെ പാക്ക് ചെയ്യുന്നവരെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വന്നു. ഓവറോൾ ബിസിനസിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്ലാനിങ് ഫോർമേഷൻ ഒക്കെ ഉള്ള കോസ്റ്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പഠിച്ചു. ഗുഡ്സിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റിക്കുള്ള കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ്. ഇത് മാത്രമാണോ നമുക്ക് വരുന്ന എക്സ്പെൻസ് ഒരു ബിസിനസ് നടത്തുമ്പോൾ? അല്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഫാക്ടറിയിലാണ് ഉണ്ടാവുക. ആ ഫാക്ടറിയിലുള്ള നമ്മുടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഔട്ട്പുട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാഷ് പോലും കിട്ടില്ല, ഒരു സെയിൽ പോലും നടക്കില്ല. അതിന് നമുക്ക് എവിടെ എത്തിക്കണം? മാർക്കറ്റിൽ എത്തിക്കണം. ട്രാൻസ്പോർട്ട് ചെയ്ത് മാർക്കറ്റിൽ അല്ലെങ്കിൽ എൻഡ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നമുക്ക് എത്തിക്കണം. അപ്പൊ അങ്ങനെ പ്രൊഡക്ട്സിനെ നമുക്ക് നമ്മുടെ വെയർഹൗസ് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് എൻഡ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു. പല രീതിയിൽ നടക്കാം ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു റോഡ് ആവാം, അല്ലെങ്കിൽ ബൈ സീ ആവാം, അല്ലെങ്കിൽ എയർ ആവാം. ഇങ്ങനെ പല രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ദ കോസ്റ്റ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ പ്രൊഡക്റ്റ് ഫ്രം ദ പ്ലേസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ദ മാർക്കറ്റ് ഓർ ദ എൻഡ് കസ്റ്റമർ. ഈ കോസ്റ്റിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു ടൈപ്പും കൂടി ഉണ്ട്, അതാണ് ഫിനാൻസിങ് കോസ്റ്റ്. ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓർഗനൈസേഷന് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടിയപ്പോൾ ഓർഗനൈസേഷൻ ബാങ്ക്സോ അല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൈമെന്നുമാണ് ബിസിനസ് ഫണ്ട് എടുക്കുക. ഇങ്ങനെ ഫണ്ട് എടുക്കുമ്പോൾ എല്ലാ ഫണ്ടിനും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? എന്തെങ്കിലും ഒരു അഡീഷണൽ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഫണ്ടിന്റെ കോസ്റ്റ് ആണ്. ഇപ്പോൾ 1,00,000 രൂപ നമ്മൾ ലോൺ എടുത്ത് അതിന് നമ്മളൊരു 1,000 റുപ്പീസ് അല്ലെങ്കിൽ 10,000 റുപ്പീസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10,000 റുപ്പീസ് എന്ന് പറയുന്നത് 1,00,000 രൂപ ബാങ്ക് നമുക്ക് തരുന്നതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന കോസ്റ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ്, പിന്നെ നമ്മൾ ആ 1,00,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം, പിന്നെ ഒരുപാട് പ്രാവശ്യം ബാങ്കിൽ പോയി വരണം. അപ്പൊ ഇതിനൊക്കെ നമുക്ക് കോസ്റ്റ് ഇൻകർ ആവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫിനാൻസ് കിട്ടാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് എത്ര രൂപ ചെലവാക്കിയോ അതാണ് ഫിനാൻസിങ് കോസ്റ്റ്. ദ കോസ്റ്റ് ഫോർ റേസിംഗ് ആൻഡ് യൂസിങ് ക്യാപിറ്റൽ ഓർ മണി ഫോർ ഡൂയിങ് ബിസിനസ് ഫ്രം ബാങ്ക് ഓർ അതർ സോഴ്സസ്. ഇതിനെയാണ് നമ്മൾ ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ടൈപ്പും അല്ലാതെ ഫംഗ്ഷനിൽ മറ്റു തരത്തിലുള്ള 2 ടൈപ്പും കൂടി ഉണ്ട്. ഒന്ന് റിസർച്ച് കോസ്റ്റ് ആണ്. റിസർച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷൻ ചിലപ്പോൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കോസ്റ്റുകൾ ഇൻകർ ചെയ്യാറുണ്ട്. അതാണ് റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് കോസ്റ്റ്, പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഫംഗ്ഷന്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ വരാറ്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള classification on the basis of functions ഇത്രയുമാണ്. That is, first one was production cost, then administration cost, then selling cost, then distribution cost, and finally financing cost. അപ്പം on the basis of functions കഴിഞ്ഞിട്ട് നമ്മുടെ next basis for classification of cost is on the basis of element. അപ്പോൾ ഈ എലമെന്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് കോസ്റ്റിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം നമുക്ക് ഈ എലമെന്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എലമെന്റിന്റെ ബേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 തരത്തിലാണ്. അതായത് മെറ്റീരിയലിന് വരുന്ന കോസ്റ്റുകൾ, ലേബറിന് വരുന്ന ചാർജസ്, പിന്നെ അതർ എക്സ്പെൻസസ്. അതായത് നമ്മളൊരു ഓർഗനൈസേഷന് ടോട്ടൽ എടുത്തു നോക്കിയാൽ ഒരു ഓർഗനൈസേഷൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തെല്ലാം തരത്തിൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ചില കോസ്റ്റുകൾ സാധനങ്ങൾ, അതായത് റോ മെറ്റീരിയൽസും മറ്റു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും വാങ്ങാൻ വേണ്ടിയുള്ള കോസ്റ്റുകളായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഹെഡ് എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന് കൊടുക്കുന്ന സാലറിയാണ്, അതൊരു ഹെഡാണ്. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പെടാത്ത അതർ എക്സ്പെൻസസ് ലൈക്ക് റെന്റ്, റേറ്റ്, ടാക്സസ്, ഇതേപോലത്തെ എക്സ്പെൻസസ്. ഇതിന് നമ്മൾ അതർ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ എലമെന്റിന്റെ ബേസിൽ 3 തരത്തിലാണ് നമുക്ക് കോസ്റ്റിന്റെ ഡിവിഷൻ ഉള്ളത്. അത് ഫസ്റ്റ് വൺ മെറ്റീരിയൽ ആണ്, സെക്കൻഡ് വൺ ലേബർ ആണ്, അടുത്തത് എക്സ്പെൻസസ് ആണ്. ഇത് ഞാനിവിടെ ഇതിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫോമേ പറയുന്നുള്ളൂ. കാരണം ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കാനുള്ളത് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. അവിടെ നമ്മൾ ഡീറ്റെയിൽ സ്ട്രക്ചേർഡ് ഫോമിൽ നമ്മൾ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് പറയും. അപ്പൊ ഇവിടെ ഞാൻ വളരെ ഇതിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോം മാത്രമേ, ഇത് എന്താന്ന് മാത്രമേ പറയുന്നുള്ളൂ.
Okay, so first classification on the basis of element is material cost. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് നമുക്കൊരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സാണ് നമ്മൾ. അപ്പം നമുക്ക് വുഡ് പർച്ചേസ് ചെയ്യണം, വുഡിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ ഫർണിച്ചർ ആക്കി മാറ്റാനുള്ള മെഷീനറി പർച്ചേസ് ചെയ്യണം, അവിടെ ഗമ്മ് വേണ്ടി വരും, അതേപോലെ തന്നെ ഹാമർ വേണം, നെയിൽസ് വേണം, ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് വേണം എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള കമോഡിറ്റീസ് അല്ലെങ്കിൽ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, കോസ്റ്റിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ രണ്ട് രീതിയിലായിട്ട് തിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും. ഇതൊരു വൈഡ് കോൺസെപ്റ്റ് ആണ്. ഇത് ഞാൻ ഇവിടെ എന്താന്ന് പറയുന്നില്ല. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം ഇൻ ഷോർട്ട്, മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ബൈയിങ് ഓൾ ദ മെറ്റീരിയൽസ് which is required for production. This cost can be classified into two, that is direct material cost and indirect material cost. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഫോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഇല്ലാണ്ട് ഒരു പ്രൊഡക്ഷനും ഓർഗനൈസേഷനിൽ നടക്കില്ല. അപ്പൊ എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യണം. എന്താണ്? എംപ്ലോയീസിന് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. എംപ്ലോയീസിന് സാലറി എന്ന് പറഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ആണ്. പക്ഷെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഓർഗനൈസേഷന് അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു എക്സ്പെൻസ് ആണ്, ഒരു കോസ്റ്റ് ആണ്. അപ്പോൾ പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. സ്റ്റാർട്ടിങ് ഫ്രം ഒരു ഡയറക്ടർ മുതൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സൂപ്പർവൈസർ മുതൽ അവിടെ വാച്ച്മാൻ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കണം? റെമ്യൂണറേഷൻ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഉള്ള എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ എന്തിൽ പെടുത്തുന്നത്? ലേബർ കോസ്റ്റിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. ദ കോസ്റ്റ് ഓഫ് റെമ്യൂണറേറ്റിംഗ് ദ എംപ്ലോയീസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഈസ് നോൺ ആസ് വേജസ് ഓർ ലേബർ കോസ്റ്റ്. ഇതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന കമ്മീഷൻ, സാലറി, വേജസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലേബർ കോസ്റ്റിനെയും നമ്മൾ കോസ്റ്റിങ്ങിന്റെ പർപ്പസിന് വേണ്ടി രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും. ഇതെന്താന്നുള്ളത് നമ്മൾ ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്തത് എക്സ്പെൻസ്. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള കോസ്റ്റ് മാത്രം നമ്മൾ ഇൻകർ ചെയ്താൽ പോരാ. മെറ്റീരിയലും വാങ്ങിച്ചു, അതേപോലെ തന്നെ ലേബറും ഉണ്ട്, നമ്മളെ പ്രൊഡക്ഷൻ നടന്നു എന്ന് വരില്ല. ഇത് കൂടാതെ മറ്റു തരത്തിലുള്ള എക്സ്പെൻസസും ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ടാക്സ് കൊടുക്കണം, ഡിപ്രീസിയേഷൻ വരും, റൂം റെന്റ് വരും. ഇങ്ങനെ ഈ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും അല്ലാത്ത കോസ്റ്റുകളും ഇൻകർ ചെയ്താലേ നമുക്കൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ്. മെറ്റീരിയലിനും ലേബറിനും അല്ലാതെ ചെലവായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളെയും നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. ഇവിടെ വരിക എന്തൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ റെന്റ്, റേറ്റ്, ടാക്സസ്, അതേപോലത്തെ കാര്യങ്ങളാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെറ്റീരിയലും ലേബറിലും ഒന്നും ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ് ഇവിടെ വരിക. ഇത്രയാണ് ഓൺ ദ ബേസിസ് ഓഫ് എലമെന്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് വൈഡ് ടോപ്പിക് ആണ്. നമ്മൾ വൈഡ് ആയിട്ട് ഇവിടെ പറഞ്ഞ ഈ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ വൈഡ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ.